ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് SIT ചോദ്യം ചെയ്തത്. മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു. ഇരുവരും ആരോപണങ്ങൾ നിഷേധിച്ചു. ബോർഡിന്റെ തീരുമാനങ്ങളിൽ താൻ ഇടപെട്ടിട്ടില്ല എന്നാണ് കടകംപള്ളി മൊഴി നൽകിയത്. സ്വർണം പൂശാനുള്ള ഒരു ഫയൽ നീക്കവും വകുപ്പ് നടത്തിയിട്ടില്ല എന്നും കടകംപള്ളി മൊഴി നൽകി. ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം വരുന്നത്. അതായത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഇന്നലെയാണ് N വിജയകുമാർ അറസ്റ്റിലാകുന്നത്. എന്നിപ്പോഴിതാ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നു. കഴിഞ്ഞ ശനിയാഴ്ച കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്താണ് ഈ ചോദ്യം ചെയ്യൽ കൊണ്ട് SIT ഉദ്ദേശിക്കുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നത്, ചോദ്യം ചെയ്ത എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് SIT കടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അറസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാമോ? അറസ്റ്റ് എന്തായാലും ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. കാരണം ഈ രണ്ട് കേസുകളിലും പ്രതിയേർക്കപ്പെട്ട ആളുകളല്ല കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ PS പ്രശാന്തും. അവർ ഇതുമായി ബന്ധപ്പെട്ട് ചില മൊഴികൾ ഇവർക്കെതിരെ വന്നിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം വകുപ്പിനാണ് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയത്. അത് പിന്നീട് ദേവസ്വം ബോർഡിന് കൈമാറുകയായിരുന്നുവെന്നാണ് മൊഴി ലഭിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കടകംപള്ളിയെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച ഏകദേശം ഒരു 3.5 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു നിൽക്കുകയും ചെയ്തു. തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. താനോ തന്റെ വകുപ്പോ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല. ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനമെടുത്തത് അന്നത്തെ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. അതിലെ ഒരു ഇൻവോൾവ്മെന്റ് തങ്ങൾക്കില്ല എന്നുള്ളൊരു മൊഴിയാണ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു സ്പോൺസർ എന്ന നിലയിലാണ് പരിചയമുള്ളത്. അത് ശബരിമലയിൽ എത്തിയ സമയത്ത് മറ്റു പലരുടെയും കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും വന്നു. അങ്ങനെ അവിടെ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു എന്നത് മാത്രമാണ് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ആകെ ബന്ധം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി താൻ നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യവും കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. PS പ്രശാന്തിനെ കഴിഞ്ഞ തവണത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിലാണ് ചോദ്യം ചെയ്തത്. 2019 ഈ ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടിളപ്പാടിയും ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്ന. അതിനുശേഷം ഈ PS പ്രശാന്തിന്റെ കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് വീണ്ടും കൊടുത്തുവിടാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്. അത് പിന്നീട് പക്ഷെ കൊണ്ടുപോയിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ ഈ നയപരമായ അല്ലെങ്കിൽ ഇതിന്റെ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നിയമപ്രകാരമുള്ള കാര്യങ്ങളാണ്, അത്തരം നടപടികളാണ് തൻ്റെ ഭരണകാലത്ത് സ്വീകരിച്ചിട്ടുള്ളത്. തെറ്റായിട്ടുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം PS പ്രശാന്തും മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരുവരുടെയും മൊഴി അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ഇവർക്കെതിരെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളും പരിശോധിക്കുന്നു. അതിനുശേഷം എന്തെങ്കിലും കൃത്യമായ തെളിവ് ലഭിക്കുകയാണ് മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുള്ളൂ.